നമസ്കാരം. പലരും ഇന്ന് രാവിലെ വാർത്ത കണ്ടിട്ടുണ്ടാവും. അതായത് ഡ്രൈവിംഗ് ലൈസൻസിന്റെ RC ബുക്കിന്റെ ഒക്കെ കോപ്പി, അതായത് ഹാർഡ് കോപ്പികൾ നിർത്തുന്നു എന്നുള്ളത്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ കാർഡായിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം ഡിജിറ്റലൈസ് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പുതിയ ഗതാഗത വകുപ്പിന്റെ നിയമം നിലവിൽ വന്നിരിക്കുന്നത്. നിയമമല്ല, ആ രീതിയിലാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ പലർക്കും പ്രശ്നം ഉണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ്, ഐ മീൻ ടെസ്റ്റുകൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. 2-3 മാസങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇത് കിട്ടിയിരുന്നത്. അതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ കൊടുക്കാനുള്ള പൈസ പ്രിന്റിംഗ് പ്രസ്സുകൾക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു പരിഹാരമാവുന്നുണ്ട്. എന്നിരുന്നാലും ചോദ്യങ്ങൾ പലതുണ്ട്. കാരണം ഇപ്പോൾ നമ്മളെ ബാധിക്കാത്തതാണെങ്കിൽ കൂടെ ഈ പ്രിന്റിംഗ് പ്രസ്സുകൾക്ക് പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് അവർ പ്രിന്റിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അവർക്ക് പൈസ കിട്ടുമോ എന്നുള്ളത് കണ്ടറിയണം. എന്നിരുന്നാൽ കൂടെ നമുക്ക് ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മളിത് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ വെയിറ്റ് ചെയ്ത് ഒത്തിരി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡിജിറ്റലി അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അവരുടെ MVDയുടെ ആപ്പിൽ നിന്നായിരിക്കാം ഉണ്ടാവുക. ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമുക്കത് ഡിജി ലോക്കർ ആപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്. അതിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ പലരും ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പ്രായമായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ നമ്മളുടെ ആൻഡ്രോയിഡ് ഫോൺസോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യാൻ അറിയാത്ത ആളുകൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അക്ഷയ സെന്ററിലൊക്കെ ചെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു കോപ്പി സൂക്ഷിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് കഴിയുന്നവർക്കാണ്. അവർ ഒത്തിരി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇത് എടുത്തിട്ട് ഡിജിറ്റലി സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ആയിട്ട് ഒരു കോപ്പി എടുത്ത് വെക്കാനും സാധിക്കും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു പല ചോദ്യങ്ങൾ പലതും വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇന്ത്യൻ ലൈസൻസ് വാലിഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പം ഡിജി ലോക്കർ അത് ഓൺലൈനായിട്ടൊക്കെ ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഉണ്ടെങ്കിൽ കാണിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം വാലിഡ് ആയിരിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലതും ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് അത്യാവശ്യം നാട്ടിൽ നിൽക്കാനായിട്ട് ഓക്കെ ആയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ, മീൻസ് ഇവിടെ ഓടിക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് ആദ്യഘട്ടത്തിലെ ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കും അവർ ഡിജിറ്റലൈസ് ചെയ്തിട്ട് തരുന്നത്. രണ്ടാം ഘട്ടത്തിലായിരിക്കും RC കൂടെ അങ്ങനെ വരുന്നത്. ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളത് കണ്ടറിയണം. നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലി ഇപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതും പോവുമായിരിക്കും. ഇപ്പോൾ ചോദ്യങ്ങൾ മറ്റു ഫോൺ ഓഫ് ആയി പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പലതും സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഡിജിറ്റലി നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിലൊരു ഒരു ഫോട്ടോസ്റ്റാറ്റിക് കോപ്പിയെങ്കിലും നമ്മളതിൽ വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതിനെക്കാട്ടൊക്കെ വലിയ വിഷയം എന്താ വെച്ചാൽ ഇപ്പോഴും പല ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും ഒന്നും ഈ ഡിജി ലോക്കറിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയില്ല എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് MVDയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ബാക്കി പോലീസുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അവരെ ഒന്ന് ഇത് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യങ്ങളായിരിക്കും. ഇത് വാലിഡ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമാക്കുന്ന കുറേ പോലീസ് ഓഫീസേഴ്സും അതുപോലെ തന്നെ MVD ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിൽ കൂടെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇതൊക്കെ വെച്ച് ഓടിക്കാൻ പറ്റുന്ന നല്ലൊരു റോഡും കൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അപ്പോൾ എന്തായാലും പ്രിന്റിംഗ് പ്രസ്സുകാർക്ക് കിട്ടാനുള്ള കുടിശ്ശിക കിട്ടുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് അതുപോലെ വാഹന സംബന്ധമായിട്ടുള്ള ന്യൂസസും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓട്ടോമേറ്റ് 07 ചാനൽ. ബൈ.